വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഉദ്ധാന തിരുനാളിന് മംഗളങ്ങൾ, പ്രാർത്ഥനകൾ ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുന്നു. എല്ലാവരും അവരുടെ കുടുംബങ്ങളിൽ ഈസ്റ്റർ നല്ല രീതിയിൽ ആഘോഷിച്ചുവെന്ന് കരുതുന്നു. ഉദ്ധിതനായ ഈശോയുടെ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാരെ കണ്ട മാത്രയിൽ അവരെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷമില്ല. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, എൻ്റെ കുടുംബങ്ങളിൽ, ഞാനായിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ മാതാപിതാക്കന്മാരിൽ, എൻ്റെ മക്കളിൽ ഈശോയെ, ഉദ്ധിതനായ ഈശോയെ, നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോയെ, സമാധാനമില്ലാത്ത രാത്രികളുടെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നിൻ്റെ സമാധാനം കൊണ്ട് അവരുടെ കുടുംബജീവിതത്തെ നിറയ്ക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈശോ ശിശുക്കളെ തൻ്റെ അടുത്തേക്ക് വരുവാൻ പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. കാരണം ഈശോ ശിശുക്കളെ അത്രമാത്രം സ്നേഹിച്ചു. ശിഷ്യന്മാർ ഈശോയുടെ അടുത്തേക്ക് വരുന്ന ശിശുക്കളെ തടഞ്ഞപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, അവരെ തടയേണ്ട, അവർ എൻ്റെ അടുത്ത് വരട്ടെ. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവർക്ക് എങ്ങനെ ഫോർമേഷൻ കൊടുക്കണം, എങ്ങനെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ വേണമെന്നൊക്കെ പല മാതാപിതാക്കന്മാരും ഒരുപാട് കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈശോ നമുക്ക് നല്ലൊരു മാതൃക തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്, എങ്ങനെ അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഈശോ നമുക്ക് നല്ലൊരു മാതൃക സുവിശേഷത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് 4 രീതിയിൽ കുട്ടികളെ വളർത്താൻ വേണ്ടി പറ്റും. ഇത് 3 രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കുട്ടികളുടെ ഫോർമേഷൻ സ്റ്റൈലാണ്. പക്ഷേ അവസാനത്ത് വളരെ പോസിറ്റീവായിട്ടൊരു ഫോർമേഷൻ സ്റ്റൈലാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലാണ്. അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം, ഞാനൊരു വര വരച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മക്കൾ പോകില്ലെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാണ് ഒരു അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് എൻ്റെ മക്കൾ പോകാൻ പാടില്ല. ഞാനൊരു വൃത്തം വരച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമെന്ന് പറയുന്ന ഒരു പാരൻറ്റ് സ്റ്റൈലാണ്. ഇവിടെ റൂളുകൾ മാത്രം, നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ വരണം, എപ്പോൾ എണീക്കണം, എപ്പോൾ സ്കൂളിൽ പോകണം, ഏത് ഡ്രസ്സ് ധരിക്കണം, മക്കൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന മാതാപിതാക്കളാണ് ഈ പാരൻറ്റിങ് സ്റ്റൈലുള്ളത്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാതെ ആയി പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരു ഡോക്ടറിൻ്റെ അമ്മ വന്നു. ഡോക്ടർ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പോൾ അവരൊരു കുറച്ച് ബുദ്ധിമുട്ടിലൂടെ ആ കുടുംബം കടന്നു പോവുക. അപ്പം അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയാണ്, എൻ്റെ മകനെ ഞാൻ ഭയങ്കര ശിക്ഷണത്തിൽ ഇതേപോലെ ഒരു അതോറിറ്റേറിയൻ പാരൻറ്റ് സ്റ്റൈലാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകൻ പഠിച്ചൊരു ഡോക്ടറായി, പക്ഷേ അവന് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാതായിപ്പോയി. അവന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞു, അവൻ അമ്മയോട് ചോദിക്കുക, അമ്മേ, ഞാൻ എവിടെയാണ് എൻ്റെ ഹണിമൂണിന് പോകേണ്ടത്? ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്ത മക്കളായി തീരുകയാണ്. ഈ അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലിൽ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇവർ റിമോട്ട് പോലെയാണ്. മാതാപിതാക്കളെ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ചലിക്കുന്ന റിമോട്ടുകൾ പോലെയായി പോവുകയാണ്. ഇതൊരു നല്ലൊരു പാരൻറ്റിങ് സ്റ്റൈലല്ല. ഒരു ദീർഘകാലം നോക്കുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു പാരൻറ്റ് സ്റ്റൈലല്ല. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് അടുത്ത പാരൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമിസീവാണ്. സ്കൂൾ കൗൺസിലിംഗ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, വീട്ടിൽ ആരെ ഏറ്റവും ഇഷ്ടം? അവൻ പറഞ്ഞു, എൻ്റെ അപ്പനെയാണ്. കാരണം എന്താ? അപ്പൻ എനിക്ക് എല്ലാം വാങ്ങിത്തരും, ഞാൻ എന്ത് ചോദിച്ചാൽ വാങ്ങിത്തരും, എന്ത് ചോദിച്ചാൽ എനിക്ക് ചെയ്തു തരും. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എവിടെയാണ്? അമ്മ ഗൾഫിലാണുള്ളത്. അമ്മ ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു,
ഈ അപ്പൻ എന്താ ചെയ്യുന്നത്? ഈ മകൻ്റെ കാര്യം അധികം ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇവനെന്ത് ചോദിച്ചാലും ഇവന് ചെയ്തു കൊടുക്കും. സ്കൂൾ വിട്ട് വരുന്നു, ഇവന് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പുറത്ത് കൊണ്ടുപോകുന്നു, ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, ക്രിക്കറ്റ് കളി കാണാൻ കൊടുക്കുന്നു, മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്നു. എല്ലാത്തിനും പെർമിഷൻ, എല്ലാത്തിനും കൊടുക്കുന്ന ഒരു രീതി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ അപ്പൻ എൻ്റെ അടുത്ത് വന്നു, അച്ഛാ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മോൻ കേൾക്കുന്നില്ല. അവർ ഭയങ്കര പിടിവാശിയാണ്. ഈ പാരൻറ്റിങ് സ്റ്റൈലുള്ള കുട്ടികളുടെ പ്രശ്നം എന്തായിരിക്കും? അവർ ഈഗോ സെൻട്രിക് ആകാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യണം. അവർക്ക് സ്വാതന്ത്ര്യം മാത്രം മതി, അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർ സ്കൂളിൽ പോകുന്നു, സ്കൂളിൻ്റെ സന്തോഷം ആഘോഷിക്കുന്നു, പക്ഷേ പഠിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുന്നില്ല. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, പക്ഷേ കുടുംബത്തെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ അവരെന്ത് ചെയ്യുന്നു? അവരെ വഴിക്ക് തന്നെയായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു ക്രമമില്ലാത്ത ജീവിതശൈലിയിലേക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? അവർ വളരും. ഇതിൻ്റെ അകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എന്നെ സഹായിക്കാനുള്ള ആളുകൾ മാത്രമായി പോകും. ഇതാണ് ഒരു പെർമിസീവായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ. എന്ത് പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കുന്നത്. ഒരു കൗമാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പാരൻറ്റ് സ്റ്റൈൽ പതുക്കെ പതുക്കെ പൊളിഞ്ഞെടുക്കാൻ വേണ്ടി തുടങ്ങും. മൂന്നാമതായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു ഇൻവോൾവ്ഡ് ആയിട്ട് ഒരു പാരൻറ്റ് സ്റ്റൈൽ, ഒരു നെഗ്ലക്റ്റ് കാണിക്കുകയാണ്. മക്കളൊക്കെ അവർ തന്നെ അങ്ങ് വളരട്ടെ, തന്നെ അവരങ്ങ് പഠിച്ചോളും, തന്നെ അവർ നോക്കിക്കോളും. അവരെ പ്രായത്തിനനുസരിച്ച പരിരക്ഷ അവർക്ക് കൊടുക്കുന്നില്ല. അവർ ശരീരത്തെക്കുറിച്ച്, അവരുടെ മനസ്സിനെക്കുറിച്ചോ അവരുടെ ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു അറിവും അവർക്ക് പകർന്നു കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ മാതാപിതാക്കളുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, അമ്മയായിട്ട് പ്രത്യേകം പ്രശ്നത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, അച്ഛാ ഞാനൊരു കൗമാരപ്രായത്തിലായപ്പോൾ ഒരു പെൺകുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കേണ്ട ശരീരത്തെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചുള്ള ഒരറിവ് പോലും എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നെ വേണമെങ്കിൽ അവരൊക്കെ സ്വന്തം പഠിച്ചോളും എന്ന രീതിയിൽ എന്നെ വിട്ടു. അതുകൊണ്ട് എനിക്ക് അമ്മയോട് കുറച്ച് അകൽച്ചയുണ്ട്. സ്നേഹം നിറഞ്ഞവർ, ഇത് അൺഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ്. മക്കളുടെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാതെ, അവർക്ക് വേണ്ട ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും കൊടുക്കാതെ അവരെ വളർത്തുന്ന ഒരു രീതി. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാതെ, അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ് കൊടുക്കാതെ, അവർ തന്നെ അങ്ങ് വളരട്ടെ. വാ കീറിയ ദൈവം വയറും വാ നിറയ്ക്കാനുള്ള ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ തന്നെ അങ്ങ് വളർന്നോളുമെന്ന് ഒരു ഇൻവോൾവ് ചെയ്യാതെ മക്കളെ വളർത്തുന്ന ഒരുപാട് മാതാപിതാക്കന്മാരെ ക്രമമൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരൻറ്റ് സ്റ്റൈലാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാരൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ്റെ ശരീരത്തെക്കുറിച്ചും അവൻ്റെ പഠനത്തെക്കുറിച്ചും അവൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും പരസ്പരം അവർ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് മോനോട് ചോദിക്കും, മോനെ എന്താകാനാണ് നിനക്ക് ആഗ്രഹം? ഞങ്ങൾക്ക് നീ ഇന്ന ഒരാളായി തീരാൻ ആഗ്രഹമുണ്ട്, നിനക്ക് എന്താ ആഗ്രഹം? അവർ പരസ്പരം സംസാരിച്ച് ഡിസ്കഷൻ ചെയ്ത് മക്കളെ പതുക്കെ പതുക്കെ ഒരു സ്വപ്നത്തിലേക്ക് വളർത്തി. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവർ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ഇവർ പതറാതെ തകരാതെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കാണിച്ചിരുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. അത് ഈശോ ശിഷ്യന്മാരുടെ കൂടെ നടന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവരുടെ കൂടെ ഉറങ്ങി, അവരെ കൂടെ വളർത്തി. അവർ മീൻ പിടിക്കാൻ പോയി പരാജയപ്പെട്ടപ്പോഴും അവരുടെ പരാജയങ്ങളുടെ തീരത്ത് ഉദ്ധിതനായ ഈശോ ഉണ്ടായിരുന്നു. കൂടെ നടക്കുന്ന ഒരു ദൈവം, ഒരു നല്ലൊരു പാരൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞ കുട്ടികളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അവർക്ക് വേണ്ടി തീരുമാനമെടുക്കില്ല, അവരെ തീരുമാനം എടുക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കന്മാരാകാൻ വേണ്ടി നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുക, നിങ്ങൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് ആകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. കുട്ടികളെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ച് അവരെ പതുക്കെ പതുക്കെ അവരെ പ്രായത്തിനൊത്ത വളർച്ചയിൽ അവരെ നയിക്കുവാൻ വേണ്ടി നിങ്ങൾ പതുക്കെ പതുക്കെ പരിശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ കുട്ടികളുടെ നല്ലൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടി തന്നെ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുട്ടി പ്രാർത്ഥിക്കാൻ വന്നു. മാതാപിതാക്കൾ പറഞ്ഞു, ഇവൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല, എന്ത് പറഞ്ഞാലും ഇവൻ അനുസരിക്കുന്നില്ല, ഇവൻ മൊബൈലിന് അഡിക്റ്റായിട്ട് വരികയാണ്, ഫുൾ ടൈം മൊബൈലിലാണ്. അപ്പം ഞാൻ മാതാപിതാക്കളെ മാറ്റി നിർത്തി കുട്ടിയോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പം പറഞ്ഞൊരു കാര്യമാണ്,
ഇവൻ്റെ ഒരു കാര്യത്തിലും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഫാമിലിയാണ്. എപ്പോഴും മാതാപിതാക്കന്മാർ തമ്മിൽ വഴക്കാണ്. ഈ അപ്പന് അമ്മയെ സംശയം, അമ്മയ്ക്ക് അപ്പനെ സംശയം. ഈ സംശയം മുഴുവൻ ഇവർ തീർക്കുന്നത് എങ്ങനെയാണ്? ഈ കുട്ടിയുടെ മേലെയാണ്. പതുക്കെ പതുക്കെ കുട്ടി എന്ത് ചെയ്തു? ഈ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും ഡിസിപ്ലിനും ഒക്കെ കിട്ടിയത് മൊബൈലിലേക്കായി. പതുക്കെ ഇവൻ എന്ത് ചെയ്തു? ഈ മൊബൈലിന് അഡിക്റ്റായി തുടങ്ങി. സ്നേഹം നിറഞ്ഞവരെ, കുറച്ചും കൂടി നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം എത്തിയിരിക്കുന്നു. നമ്മൾ പറയും പലപ്പോഴും, എൻ്റെ കുട്ടി നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ ഉണ്ടോ? അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ വളർച്ചയിൽ, അവരുടെ കുറവുകളിൽ, അവരുടെ ബലഹീനതയിൽ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ നല്ലൊരപ്പനാണെങ്കിൽ, നല്ലൊരമ്മയാണെങ്കിൽ, എൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടികളെ അമിതമായിട്ട് ശിക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നു, മാതാപിതാക്കൾ ഒട്ടും ഇഷ്ടമില്ല അവന്. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അമിതമായി ശിക്ഷിക്കുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണം പതുക്കെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മക്കളെ സ്വാതന്ത്ര്യത്തിലും അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റിയിലും വളർത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച്, നിങ്ങൾ ചിലപ്പോൾ ഈ ടോക്ക് കേൾക്കുന്നത് വാഹനങ്ങളിൽ ഇരുന്നാകാം, വീട്ടിലിരുന്നാകാം, മാതാപിതാക്കന്മാരോടെയാകാം, മക്കളോടെയാകാം. നമുക്ക് ചിന്തിക്കാം, ഞാൻ വളർന്നു വന്നത് ഏത് പാരൻറ്റിങ് സ്റ്റൈലാണ്? അതോറിറ്റേറിയൻ ആണോ? അതോറിറ്റേറ്റീവ് ആണോ? പെർമിസീവ് ആണോ? അൺഇൻവോൾവ്ഡ് ആണോ? അതിൻ്റെ ഓരോരോ നെഗറ്റീവ് ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പതുക്കെ പതുക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങളൊരപ്പനാകാം, ചിലപ്പോൾ നിങ്ങളൊരമ്മയാകാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. ചിലപ്പോൾ ആ പാരൻറ്റിങ് സ്റ്റൈൽ നിങ്ങൾ പതുക്കെ മാറ്റി അതോറിറ്റേറ്റീവായിട്ടൊരു പാരൻറ്റിങ് സ്റ്റൈൽ നിങ്ങൾ വളർത്തിയെടുക്കണം. മക്കളെ കൂടെ ആയിരിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഈശോ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ അവരെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും അവരോട് കൂടെ നിൽക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ തെറ്റുകൾ തിരുത്തുന്ന, അവരുടെ കൂടെയുള്ള നല്ലൊരാളാകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കഴിഞ്ഞ ദിവസം ഒരമ്മ വന്ന് സന്തോഷത്തോട് പറയാം, അച്ഛാ, എൻ്റെ മകൻ സ്കൂളിൽ എന്ത് സംഭവിച്ചാലും അതെന്നോട് വന്ന് പറയും. പോസിറ്റീവായാലും നെഗറ്റീവായാലും അവൻ്റെ വളർച്ചയിലുള്ള അവൻ്റെ ചിന്തകൾ പോലും എന്നോട് പറയാറുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെയുള്ള നല്ല ഒരു കുടുംബവും നമ്മുടെ മക്കളും വളർന്നു വരുവാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി പരിശ്രമിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴത്തിലുള്ള വിശ്വാസം നമ്മൾ കൊടുത്തു വരണം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ നമ്മുടെ മക്കളും വളർന്നു വരുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.